നമ്മളെ വീടിൻ്റെ ഉള്ളിൽ ഇങ്ങനെ ഇലകളൊക്കെ ഇങ്ങനെ പൂത്ത് നിൽക്കുക, അതുപോലെ ചെടികളുണ്ട്, പൂക്കളുണ്ട്, അതുപോലെ തന്നെ തക്കാളി കുലച്ച് നിൽക്കുന്നു, നല്ല മുളക് ഇങ്ങനെ നിൽക്കുന്നു വീടിൻ്റെ ഉള്ളിൽ. ഒന്ന് ആലോചിച്ച് നോക്കി എങ്ങനെ ഉണ്ടാവുന്നത്. സാധാരണ ഫാമിംഗ് എന്ന് പറയുമ്പം ആകെ വെള്ളവും ചളിയും മണ്ണും സൂര്യപ്രകാശമൊക്കെ ആയിട്ടുള്ള ഇടങ്ങാറാണല്ലോ. അതൊന്നുമല്ല. നമ്മൾ ഈ ഒരു ടെക്നോളജി നോക്കുകയാണെങ്കിൽ ഹൈഡ്രോപോണിക് സിസ്റ്റം നമ്മൾ കേട്ടിട്ടുണ്ടാവും, വെള്ളത്തിൽ മാത്രം വളരുന്ന ചെടികളെന്ന്. പക്ഷേ അതിനും സാധാരണ നമ്മൾ ഒരു ഇൻഡോർ അല്ല, പുറത്താണ്ടാവും, സൂര്യപ്രകാശത്തിൻ്റെ ആവശ്യമുണ്ട്. ഇതെവിടെയും സൂര്യപ്രകാശത്തിൻ്റെ ആവശ്യമില്ലാതെ ഇച്ചിരി വെള്ളം ഉപയോഗിച്ചുകൊണ്ട് ഇവിടെ തന്നെ ഇതിൻ്റെ ഒരു AI ഓറിയൻറ്റഡ് ലൈറ്റിങ്ങും ടൈമിങ്ങും സെറ്റിങ്ങും ഒക്കെ അടക്കം വളരെ ടെക്നോളജി ഇൻ്റഗ്രേറ്റഡ് ആയിട്ട് കുറഞ്ഞ ചിലവ്, അതായത് ഈ ഫുള്ളൊരു യൂണിറ്റിന് ഒരു 1000 രൂപയൊക്കെ ചിലവ് വരുള്ളൂ. 1000 രൂപ 1200 റുപ്യക്ക് നമുക്ക് ചിലപ്പോൾ ഇന്ത്യയിലോ ദുബായിലൊക്കെ എത്തിക്കാൻ പറ്റിയൊരു സാധനം. വീടിൻ്റെ ഉള്ളിലേക്ക് വെറും പച്ചക്കറികളും ഫ്രൂട്ട്സും അതല്ലെങ്കിൽ വെജിറ്റബിൾസും മാത്രം, അല്ലെങ്കിൽ ചെടികൾ മാത്രമല്ല ഇത് കൊണ്ടുവരുന്നത്. നമുക്ക് ഭയങ്കര മാനസികമായ ഉല്ലാസം കൊണ്ടുവരും, സമാധാനം കൊണ്ടുവരും, സന്തോഷം കൊണ്ടുവരും, വീട്ടിൽ വലിയ ഐശ്വര്യം കൊണ്ടുവരുന്ന ഒരു പ്രോസസ്സ് കൂടിയാണ്. അതായത് ഒരു ഭാഗത്ത് ഫാമിങ്, നമുക്ക് ആവശ്യമായിട്ടുള്ള പച്ചക്കറികളും ഫ്രൂട്ട്സുകളും ചെടികളും കിട്ടും. 2 വീട്ടമ്മമാർക്കും വീട്ടിൽ താമസിക്കുന്നവർക്കും മനസ്സിന് ഭയങ്കര ഉല്ലാസം കിട്ടുന്ന ഒരു പ്രോസസ്സ് കൂടിയാണ്. അപ്പോൾ ഫാമിംഗ് ആവശ്യമുള്ള ആളുകൾക്ക് പരീക്ഷിക്കാവുന്ന ഒരു ടെക്നോളജിയാണ് ഇൻഡോർ ഹൈഡ്രോപോണിക് ഗ്രോയിങ് സിസ്റ്റം അല്ലെങ്കിൽ ഫാമിംഗ് സിസ്റ്റം എന്നുള്ളത്. ഞങ്ങൾ കാൻഡൻ ഫെയറിൽ വന്നപ്പോൾ അതിൻ്റെ ഒരു ഇൻഡോർ എന്താ പറയുക, ഒരു ഗാർഡനിങ് സിസ്റ്റത്തിൽപ്പെട്ട ഒരു സിസ്റ്റമായിരുന്നു ഇത്.